കണ്ടപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ കേക്ക് ഏകദേശം നല്ല കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഞെട്ടിട്ടുണ്ടാവില്ലേ? ഇന്ന് എവിടെ പോയി ഏട്ടനായിരിക്കും വിചാരിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ഒരു ചേഞ്ച് ആയിട്ട് ഞാൻ ഇന്നെന്താ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏട്ടനെ ഷൂട്ട് ചെയ്യാൻ നിർത്തിയിട്ട് ഞാനാണ് ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കേക്കാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കേക്കായിട്ട് വന്നപ്പോൾ എല്ലാവരും വിചാരിക്കും നിങ്ങൾക്ക് ഈ കേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഉണ്ട്. എന്നിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റും ബ്രെഡും വെച്ചിട്ട് ഒരു ബ്രെഡ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഡിഷ് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡ്, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്. ഇത് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതാട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രീം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബിസ്ക്കറ്റ് മാത്രം പൊടിച്ചതാണ്. ഇത് അതിൻ്റെ ക്രീം സെപ്പറേറ്റ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ ഇത് പാല്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുപോലത്തെ നമ്മളൊരു 4 പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ എടുത്തേക്കുന്നത്, ചെറുതായതുകൊണ്ട്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാട്ടോ. അതിന് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് മെൽറ്റ് ചെയ്യിക്കണം. ഇപ്പം നമ്മളുടെ ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനം ആവും. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാം. അതിന് നമ്മൾ ഈ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിലേക്ക് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് പയ്യെ പയ്യെ ഒരു ക്രീമി ടെക്സ്ചറിലാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അത് നമുക്ക് കുറച്ച് ഒഴിച്ചൊഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊരു ക്രീമി ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കാട്ടോ. നമ്മളുടെ ഏകദേശം ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. ഏകദേശം ഇത്രയും മതിയാവും. അപ്പം നമ്മളിനി അടുത്തായിട്ട് നമ്മൾ ആ ക്രീം സെപ്പറേറ്റ് ചെയ്തില്ലേ, ഈ ക്രീം നമുക്ക് മെൽറ്റ് ചെയ്യാം. ഇത് നമ്മൾ എന്തിനാ മെൽറ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മുകളിൽ ഐസിങ് പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് നമ്മൾ എന്താ ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയ പാലാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് അലിഞ്ഞ് കിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് ചൂടായിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിക്കാണ്. നമ്മൾ ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചിട്ടൊന്ന് മിക്സ് ആക്കണം നന്നായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി നമ്മളുടെ നെക്സ്റ്റ് പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കണം. നമ്മൾ ഏകദേശം 12 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ പൊടി കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ ആദ്യമേ ഈ പ്ലേറ്റിലേക്ക് 4 ഇടത്തേക്ക് കുറച്ച് ഒഴിച്ചു വെക്കണം. ഇനി നമ്മൾ ഈ ഓരോ ബ്രെഡ് ഇങ്ങനെ ഈ ക്രീമിൻ്റെ മുകളിലേക്ക് വെക്കും. നമ്മൾ ബ്രെഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച് സിറപ്പില്ലേ, ഷുഗർ സിറപ്പ്, അത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട്. നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി. ഇതിൻ്റെ മുകളിലേക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു വെക്കുക. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യണം ഫുള്ളായിട്ട്.
ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതും വെച്ച് കൊടുക്കണം അതിന്റെ മുകളിലേക്ക്. ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ കേക്കിന്റെ ഒരു ലെയർ ആക്കി ക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ക്രീം ഒഴിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് പിന്നെ അതിലേക്ക് സിറപ്പ് ഒഴിച്ച് പിന്നെ ക്രീം ഒഴിച്ച് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ലെയർ ആക്കി എടുത്തേക്കുന്നത്. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു ഏകദേശം 3 ലെയർ ആയിട്ടുള്ളൂ. അത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിലും കൂട്ടാം. അതനുസരിച്ച് ബ്രെഡ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാക്കി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്രീം മെൽറ്റ് ചെയ്ത് വെച്ചില്ല, നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുക കേട്ടോ. അതെ, ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, തികച്ചും ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ ആ ക്രീം എടുത്ത് മാറ്റി വെച്ചതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിന് ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റും കുറച്ച് നട്ട്സും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം തണുക്കാനായിട്ട്. അപ്പം നമ്മളുടെ കേക്ക് ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയറിയാം, നന്നായിട്ട് ഏകദേശം ഐസായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. കണ്ടപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം നല്ല കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല രസമില്ലേ? അത് നോക്ക്. അപ്പം നമ്മളെല്ലാവരും കണ്ടല്ലോ, നമ്മുടെ കേക്ക് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തൊരു കേക്ക് വാങ്ങിക്കാതെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇത് വെച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യം പാലെടുത്തപ്പോൾ 1 കപ്പ് പാലെടുത്തു, പക്ഷെ നമുക്ക് അത്ര ആവശ്യം വന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഏകദേശം മിക്സ് ചെയ്യുമ്പോൾ അറിയാലോ എത്ര പാല് വേണമെന്ന്. അപ്പോൾ 1 കപ്പ് ചിലപ്പോൾ ഫുള്ളായിട്ട് വേണമെന്ന് വരില്ല. അപ്പോൾ വളരെ ചെറിയ ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതുപോലെ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചൂടാക്കാനോ ബീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു പാടുമില്ല. വളരെ സിമ്പിളായിട്ട് ഏത് കുട്ടിക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് ഞങ്ങളുടെ ഇത്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്ത് പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലേ ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത തവണ വരുന്നതായിരിക്കും. അടുത്ത തവണ വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അത് എല്ലാവർക്കും ബൈ.